സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മുൻകൂർ ജാമ്യ ഉത്തരവിൽ കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അജിംഷാദ് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ വാദം നടക്കുന്നതിനിടയിൽ സുപ്രീം കോടതി പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ മാത്രമല്ല നടക്കുന്നത് എന്നതുകൂടി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. കാരണം ഇത്തരം പ്രശ്നങ്ങൾ ഇൻഡസ്ട്രികളിലും മറ്റ് ഇൻഡസ്ട്രികളിലുമൊക്കെ തന്നെ നടക്കുന്നതാണ്. ഇതൊരു പ്രത്യേകം കേസല്ല എന്നതുകൂടി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്തായാലും ഈ ഒരു വിഷയത്തിൽ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നൽകുന്ന നടപടിയിലേക്കാണ് ഇപ്പോൾ സുപ്രീം കോടതി കടന്നിരിക്കുന്നത്. അത് സിദ്ദിഖിനെ സംബന്ധിച്ച് അതായത് ഇനിയിപ്പോൾ ഒളിവിൽ കഴിയുന്ന സിദ്ദിഖിനെ അന്വേഷണ സംഘം പിടികൂടി ചോദ്യം ചെയ്താൽ പോലും അറസ്റ്റ് രേഖപ്പെടുത്താനാകില്ല അല്ലേ? അതാണ് ഇതിന്റെ ഈ മുൻകൂർ ജാമ്യം എന്ന് പറയുമ്പോഴുള്ള ഫലം. അജിംഷാദ് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് 2 ആഴ്ചത്തേക്കാണ്. ഈ 2 ആഴ്ചത്തേക്കാണ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2 ആഴ്ച വരെയാണ് നോട്ടീസിന് മറുപടി നൽകാൻ സമയം നൽകുന്നത്. അപ്പോൾ സിദ്ദിഖിന് ഒരു ഇടക്കാല ആശ്വാസം എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. ആ ഒരു 2 ആഴ്ച കാലയളവിൽ സിദ്ദിഖിന്റെ അറസ്റ്റ് ഉണ്ടാകില്ല എന്നതാണ്. പക്ഷേ പിന്നീട് സുപ്രീം പരിഗണിച്ച് പിന്നീട് സുപ്രീം കോടതി എന്ത് നടപടിയിലേക്ക് കടക്കണമെന്നുള്ള കാര്യത്തിലും തീരുമാനമെടുക്കും. ഇപ്പോൾ എന്തായാലും 2 ആഴ്ചത്തേക്ക് സുപ്രീം കോടതി സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അതായത് 2 ആഴ്ചക്കകം ഇനി ഹർജി വീണ്ടും പരിഗണിക്കും അല്ലേ? അജിംഷാദ് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വിഷയത്തിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ നോട്ടീസിന് 2 ആഴ്ചക്കകമായിരിക്കും മറുപടി നൽകേണ്ടി വരിക. സംസ്ഥാന സർക്കാർ അടക്കം ഈ വിഷയം മറുപടി നൽകേണ്ടതായിട്ടുണ്ട്. ഈ സാഹചര്യം മുൻനിർത്തിക്കൊണ്ടാണ് ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്ത ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ടാണ് സിദ്ദിഖിന്റെ അറസ്റ്റ് ഇപ്പോൾ സുപ്രീം കോടതി തടഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഉപാധികൾ കർശന ഉപാധികൾ സ്വാഭാവികമായും കർശന ഉപാധികൾ ഉണ്ടാകും. അത് മാത്രമല്ല, ഈ ഉപാധികൾ വിചാരണ കോടതിക്ക് നിശ്ചയിക്കാം എന്നും സുപ്രീം കോടതി ഈ ജാമ്യ ഉത്തരവിൽ പറയുന്നുണ്ട്, മുൻകൂർ ജാമ്യ ഉത്തരവിൽ പറയുന്നുണ്ട് അല്ലേ വിഷ്ണു? അജിംഷാദ് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കർശന ഉപാധികളോട് കൂടിയായിരിക്കും സിദ്ദിഖിന് ഇത്തരത്തിൽ ഈ ഒരു അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞതുപോലെ 2 ആഴ്ചത്തേക്ക് മാത്രമാണ് സിദ്ദിഖിന് ഈ ഒരു ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത്. 2 ആഴ്ചക്കകം വീണ്ടും ഹർജി പരിഗണിക്കും. അപ്പോൾ ആ ഒരു ഹർജി പരിഗണിക്കുന്ന ഇടക്കാലത്തേക്ക് മാത്രമാണ് ഇപ്പോൾ സിദ്ദിഖിന്റെ ഒരു അറസ്റ്റ് തടയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഈ 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ ഈ കൃത്യമായി തന്നെ നോട്ടീസിന് ലഭിച്ച മറുപടി അടക്കം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു കാര്യം. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം വിഷ്ണു തലവൂർ.